ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും മോയ്സ്ചർ ലെവലൊക്കെ നന്നായിട്ട് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനും നല്ലൊരു സൂപ്പർ ഗ്ലോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രഷ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ വെച്ചാൽ ഇത് വളരെ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മേക്കപ്പിന് നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ മറ്റൊന്നുമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസേഷൻ, ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ, വളരെ സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും. നല്ലൊരു സിൽക്കി സോഫ്റ്റ് എന്നൊക്കെ പറയല്ലേ, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ്, ഒരു കൂളിംഗ് എഫക്റ്റ്, അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് എന്താ പറയുക ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. നന്നായിട്ട് ഓയിൽസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോഫ്റ്റ് സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൂപ്പർ ലൈറ്റ് ആയിട്ടുള്ള വാട്ടർ ലൈറ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ടിട്ടാണ്. നിങ്ങളൊരു ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് പോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിൽ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആണ്. സോ അതുകൊണ്ടിട്ടാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഹൈലറോണിക് ആസിഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ലെവലൊക്കെ ഇല്ലേ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഹൈലറോണിക് ആസിഡിനുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈനെസ് ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനൊക്കെ പറ്റിയ സൊല്യൂഷനാണ് ഈ ഒരു അഫോർഡബിൾ പ്രൈസിലായിട്ട് നമുക്ക് കിട്ടുന്ന പോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ നിന്ന് ലോസ് ആവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ കേപ്പബിലിറ്റി ഉള്ളൊരു നല്ല മോയ്സ്ചറൈസറാണ് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ അപ്ലൈ ചെയ്താൽ ക്വിക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യും. നോൺ സ്റ്റിക്കി, നോൺ ഓയിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അഫോർഡബിൾ ആണെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇതിൽ വന്നിട്ടുള്ളത് 25 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന്, അല്ലാതെ 25 ഗ്രാം അല്ല 25 ml ആണ് കൊടുത്തിട്ടുള്ളത്, നെറ്റ് ml. അപ്പോൾ 55 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ന്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബേസിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഇതാണ്. ഇതിൻ്റെ വലിയ പാക്കേജൊക്കെ അവൈലബിൾ ആണ്. ഇതെൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. പോൺസിൻ്റെ ഇത് ഞാൻ ഓൾറെഡി മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ്. നമുക്ക് മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു ഫിനിഷ്, നല്ലൊരു ബേസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും കേട്ടോ. ഈസി ടു ഓപ്പൺ. ഇതേപോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് കവറൊക്കെ ഉണ്ട്. ഒരു മൈൽഡ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്? നന്നായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. ഇതാണ് ടെക്സ്ചർ. ജെൽ ബേസ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ സേഫായിട്ട് നല്ല രീതിക്ക് തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉള്ളൊരു കൂളിംഗ് എഫക്റ്റ് അനുഭവപ്പെടും കേട്ടോ. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്. കണ്ടില്ലേ? ഒട്ടും തന്നെ ഓയിലി ഒന്നുമല്ല, സ്റ്റിക്കി ഫീൽ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർ ചൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണല്ലോ ജെൽ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്. നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കില്ല കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആക്കുന്നതിന് കാരണം ഇതിൽ വൈറ്റമിൻ സി ആൻഡ് ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും നമ്മുടെ സ്കിന്ന് നല്ലോണം നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മോയ്സ്ചറൈസർ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ നിങ്ങൾ ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ടോണർ യൂസ് ചെയ്യുക. അതിനുശേഷം സിറം യൂസ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ സ്കിന്നിന് വേണ്ടത്രയും നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ക്ലെൻസ് ചെയ്യുക, സിറംസ് ഓർ ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മോയ്സ്ചറൈസർ AM ആൻഡ് PM റുട്ടീനിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. നമ്മൾ നൈറ്റിലും യൂസ് ചെയ്യണം, അതേപോലെ തന്നെ മോർണിംഗ് ടൈമിലും
അതായത് ഡെയിലി നമ്മൾ ട്വൈസ് ആണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട റൈറ്റ് ആയിട്ടുള്ള കൗണ്ട് നമ്പർ നോക്കുകയാണെങ്കിൽ. എപ്പോഴും നമ്മൾ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ആക്നീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് ചോദിക്കാൽ അവർക്കും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവും. ആ ഒരു സമയത്തൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്ര മിറക്കിൾ എന്നൊക്കെ പറയാൻ പറ്റും. നല്ല രീതിക്ക് ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും ഒരു ഫ്രഷ്നെസ്സും സൂപ്പർ ഗ്ലോ ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും തന്നെ സ്റ്റിക്കി ഫീൽ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നുകയില്ല. വളരെ സ്മൂത്തായിട്ട്, പിന്നെ നമ്മുടെ പോഴ്സ് ഒന്നും ഒട്ടും തന്നെ എന്താ പറയുക ക്ലോഗ്ഡ് ആക്കുന്നില്ല. എൻലാർജ്ഡ് പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് ഓൺലൈനിലാണെങ്കിലും നല്ല രീതിക്ക് അഫോർഡബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഒരു 3 ഇയർ ഷെൽഫ് ലൈഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും മോയ്സ്ചറൈസർ നമ്മൾ ഷെൽഫിൽ കീപ്പ് ചെയ്യുമ്പം ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യാത്ത ഏരിയയിൽ വേണം നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കോഷൻ വൈസ് ഒന്ന് നോക്കുക. പിന്നെ മോയ്സ്ചറൈസർ ആണെങ്കിലും ചില പ്രൊഡക്ട്സ്, ഒട്ടുമിക്ക പ്രൊഡക്ട്സും കണ്ണിലൊന്നും പോവാതെ നോക്കാൻ പറയും. അതേപോലത്തെ കോഷൻസ് ഒക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു വായുടെ ഉള്ളിലൊന്നും പോകാതെയൊക്കെ നോക്കുക കേട്ടോ. കണ്ണിലൊക്കെ പോയാലേ പൊതുവേ ക്ലെൻസേഴ്സ് ആൻഡ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ അതിലടങ്ങിയിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസിൻ്റെ ഇത് കൊണ്ടിട്ട് നമ്മുടെ കണ്ണൊക്കെ ഭയങ്കര ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ റെഡ്നെസ്, നീറ്റലൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നർക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും റെഡ്നെസ് ഓർ ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആര് യൂസ് ചെയ്താലും ഇതൊരു പ്രശ്നമുള്ള മോയ്സ്ചറൈസർ അല്ല. എല്ലാ സ്കിൻ ടൈപ്പിനും കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ. വെറും ജെൽ മോയ്സ്ചറൈസർ അല്ല, സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൈസിലും വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട്. 100 ആൻഡ് എബോവ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിഗ് പ്രൊഡക്റ്റ് വാങ്ങുമ്പം എമൗണ്ട് കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.